ഹലോ ഫ്രണ്ട്സ്, ഞാനുള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ട്രിവാൻഡ്രത്താണ്. നമ്മുടെ പോർട്ടിൻ്റെ ഫസ്റ്റ് ഫേസ് വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, വളരെയധികം സന്തോഷം നിറഞ്ഞ വാർത്ത നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞു കാണും. ഒന്നാം ഘട്ട പ്രൊഫഷണൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ചെന്നൈ IIT ഇൻസ്പെക്ഷന്റെ എഞ്ചിനീയറിംഗ് വിഭാഗം ടീം ലീഡർ ആർ കറുപ്പയ്യ സർട്ടിഫിക്കറ്റ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസുവിന് കൈമാറി. അതുമാത്രമല്ല, എഗ്രിമെന്റ് പ്രകാരമുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ച് വിഴിഞ്ഞത്തെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനാൽ നമ്മുടെ പോർട്ട് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് വിഷ്വലിലൂടെയും സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ് ഉപയോഗിച്ച് മെഷർമെന്റിലൂടെയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നമുക്ക് പോകാം വിഷ്വലിലേക്ക്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിൽ ഒന്നായ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ സ്ട്രക്ചർ നമുക്ക് വളരെ ദൂരെയായിട്ട് കാണാൻ സാധിക്കും. ഫസ്റ്റ് ഫേസിൽ 2960 മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 2960 മീറ്ററും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലേക്കാണ് പോകേണ്ടത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ, അതായത് 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്ത എൻഡ് പോർഷൻ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു പോർഷനിൽ നിന്നാണ് 2025 കൂടി സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിൻ്റെ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2960 മീറ്റർ ആണെങ്കിൽ 1040 മീറ്റർ കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് ടോട്ടൽ 4000 മീറ്ററാണ് നമ്മൾ ഈ കാണുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ഇപ്പോൾ ധാരാളം ഹെവി സ്റ്റോണുകളും ആക്രോപോഡും ഫില്ല് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. കടലിലഭിമുഖമായിട്ട് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിനെ ഷെൽ എന്നാണ് പറയുന്നത്. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഷെല്ലായിട്ടാണ് നമ്മൾ ഈ കാണുന്ന ആക്രോപോഡുകൾ ഫില്ല് ചെയ്ത് വരുന്നത്. ഈ പോർഷനിൽ നിന്നാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്ററിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മീറ്റർ ആണെന്ന് നമുക്ക് ഇപ്പോൾ വിഷ്വലിൽ കാണാൻ ഏകദേശം സാധിക്കുമെങ്കിലും സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നും തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് തീർച്ചയായിട്ടും മെഷർമെന്റ് എടുക്കാം. നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വിഷ്വൽ കഴിഞ്ഞതിന് ശേഷമാണ് സാറ്റലൈറ്റ് വ്യൂയിലൂടെ മെഷർമെന്റ് എടുക്കുക. ഇപ്പോൾ നമ്മൾ കാണുന്ന 10 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിലായിട്ട് ധാരാളം ആക്രോപോഡ് നിരയായി നിരത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് നോക്കാം എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളതെന്ന്. അതിനാൽ വളരെ സ്ലോയിലായിരിക്കും വീഡിയോ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് ഫാസ്റ്റ് ആയിട്ട് പോകാത്തത്. കാരണം നമുക്ക് ഒന്നാം ഘട്ട പ്രൊഫഷണൽ കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് തൊട്ട് മുന്നേ തന്നെ നൽകിയതായിട്ട് നമുക്കറിയാം. വലിയൊരു എക്സ്കവേറ്റർ നമുക്ക് ഈ പറയുന്ന കോൺക്രീറ്റ് റോഡിൻ്റെ മുകളിലായിട്ട് കാണാൻ സാധിക്കും. അതിനാൽ ധാരാളം ആക്രോപോഡ് നിലവിലുണ്ട്. ഇതാണ് നമുക്ക് ഈ കോൺക്രീറ്റ് റോഡിലൂടെ നമ്മൾ കാണുന്ന വിഷ്വല് ഉണ്ടോ. അതായത് 5 എനിക്ക് തോന്നുന്നു എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 5 ആക്രോപോഡ് വിധമാണ് ഒരു സെറ്റായിട്ട് അവർ ക്രമീകരിച്ചിട്ടുള്ളത്. അത് നമുക്ക് വിഷ്വലിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയാൽ എത്രത്തോളമാണ് അവിടെ വർക്കുകൾ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഭാഗത്തെല്ലാം പ്രൊട്ടക്ഷൻ വാളും കംപ്ലീറ്റ് ആയിരിക്കുന്നു. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ സൈഡിൽ കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന സൈഡിലെ പ്രൊട്ടക്ഷൻ വാൾ, ഇതിൻ്റെ ഹൈറ്റും വീതി കൂടിയതുമായ പ്രൊട്ടക്ഷൻ വാളാണ്. ആ വാളിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയത് കാണാൻ സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് ചെറിയ ക്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പോർട്ടിൽ ധാരാളം വലിയ ക്രെയിനുകളുണ്ട്. എന്നാലും നമ്മൾ കാഴ്ചയിൽ ചെറിയ ക്രെയിനായിട്ട് തോന്നുന്നുണ്ടെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ഈ പറയുന്ന റോഡിൻ്റെ നടുവിലൂടെ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള ആക്രോപോഡുകൾ റീഷിഫ്റ്റ് ചെയ്യുന്നവരോ ആയിരിക്കും വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന 5 ആക്രോപോഡ് ആണെങ്കിൽ ഇപ്പോൾ വളരെ ധാരാളം, അതായത് എനിക്കൊന്ന് 10 ആക്രോപോഡായിട്ട് ഇവിടെ എല്ലാം നിരയായി നിരത്തിയിരിക്കുന്നത് നമുക്ക് വിഷ്വലൊന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പറയുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വളരെ വ്യക്തമായിട്ട് വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുകയുള്ളൂ. ഈ ഭാഗത്തെല്ലാം നിലവിൽ എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇനിയുള്ള വളരെ ചെറിയ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ കടലിൽ അഭിമുഖമായിട്ട് നിൽക്കുന്ന പ്രൊട്ടക്ഷൻ വാൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ പോർട്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ചെറിയൊരു വാളുണ്ട്.
ആ വോളിൻ്റെ ഭാഗത്തെല്ലാം കമ്പി കെട്ടി നിർത്തിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ആ വർക്കുകൾ ഈ പോർഷനിൽ എത്തിയപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നമ്മളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ പോർഷനിൽ കമ്പി കെട്ടി നിർത്തിയിരിക്കുന്നു. വളരെ ചെറിയ മൈന്യൂട്ട് വർക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടതെന്നും പെൻഡിങ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിച്ചത്. ഡേ നൈറ്റ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ധാരാളം ജനറേറ്ററും ഹൈ മാസ് ലൈറ്റുകളും ഈ പറയുന്ന പോർട്ടിൻ്റെ സെൻട്രലിലൂടെയുള്ള റോഡിന് ഉണ്ട്. അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ റോഡിലുണ്ട്. ഇതാണ് നമ്മൾ ഈ പറയുന്ന ഹെവി ക്രെയിനുകൾ. നമ്മൾ ആ ചെറിയ ക്രെയിൻ എന്ന് പറയുമ്പോൾ ഇത്രമാത്രം വലിയ ക്രെയിനുകൾ, ധാരാളം ക്രെയിനുകളാണ് പോർട്ടിലുള്ളത്. കാരണം ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന്, നമ്മൾ ഈ പറയുന്ന ഹെവി സ്ലാബുകൾ പിക്ക് ചെയ്യുന്നതിന്, ഇതിനെല്ലാം ധാരാളം ക്രെയിനുകൾ ആവശ്യമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു റഡാർ സിസ്റ്റം പോലത്തെ ഒരു സിസ്റ്റമാണ്, നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ തന്നെ സ്ഥാപിച്ചൊരു സിസ്റ്റമാണ്. അതിൻ്റെ വർക്കുകൾ 2 റഡാർ സിസ്റ്റമുണ്ട്. അതിൽ ഒന്നിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും 2ാമത്തെ വർക്കുകളാണ് നടക്കുന്നത്. വെസൽ നിരീക്ഷണത്തിനാണ് ഈ പറയുന്ന സിസ്റ്റം ഉപയോഗിക്കുന്നു എന്നാണ് അറിയാനായി സാധിച്ചത്. ഇപ്പോൾ നമുക്ക് ഈ ഭാഗത്തെല്ലാം നിലവിൽ സൈഡ് വാളിൻ്റെ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാണാൻ സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനാൽ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് വാട്ടറിൻ്റെ 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ മെഷർമെൻറ്റ് നമുക്ക് നോക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണുന്നത് സൈറ്റ് എഞ്ചിനീയേഴ്സിലെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ നിലവിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഫുൾ കൺട്രോളിൽ ആണ് ഈ വർക്കുകൾ നടക്കുന്നത്. അതിനാൽ അവർക്കുള്ള റെസ്റ്റ് റൂമാണ്, അതായത് സ്റ്റാഫിനും എഞ്ചിനീയേഴ്സിനുള്ള റെസ്റ്റ് റൂമാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പോൾ കാണാൻ സാധിക്കും. നമുക്ക് മെഷർമെൻറ്റിലൂടെ മാത്രമേ പ്രൊട്ടക്ഷൻ വാൾ എത്ര മീറ്ററായി തീർന്നിട്ടുള്ളൂ എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഭാഗത്തെല്ലാം പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ വർക്കുകൾ, അതായത് നമ്മൾ ഈ കടൽ അഭിമുഖമായിട്ടിരിക്കുന്ന വർക്കല്ല, നിലവിൽ ഈ പറയുന്ന പോർട്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കുറച്ച് വർക്കുകൾ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർക്കിൻ്റെ മേളിൽ സ്റ്റാഫ് ഒന്ന് നനയ്ക്കുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഈ പറയുന്ന കടലിന് അഭിമുഖമായിട്ടിരിക്കുന്ന സ്ഥലത്തെല്ലാം പ്രൊട്ടക്ഷൻ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ മുകളിൽ നിന്നും ഹെവി നല്ല വെയിലായത് കാരണം നനയ്ക്കുന്നത് കാണാൻ സാധിക്കും വർക്ക് സ്റ്റാഫിനെ. ഈ പറയുന്ന പോർട്ടിന് ഓപ്പോസിറ്റ് ആയിരിക്കുന്ന കുറച്ച് പോർഷനാണ് അവിടെ വർക്കുകൾ നടക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോയാലേ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയും ഒരു ഹെവി ക്രെയിൻ ഉണ്ട്. അപ്പോൾ ധാരാളം ക്രെയിനുകളാൽ എപ്പോഴും നിലവിൽ ഏത് സമയത്തും ക്രെയിനുകൾ ധാരാളം ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലുണ്ട്. കാരണം ഹെവി വർക്കുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ പറയുന്ന ആക്രോപോഡ് ആയാലും നമ്മൾ ഈ കാണുന്ന കോൺക്രീറ്റ് സ്ലാബുകളായാലും എപ്പോഴും ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനൊക്കെ ഇതുപോലുള്ള ഹെവി ക്രെയിനുകൾ അത്യാവശ്യമാണ്. എപ്പോഴും നമ്മൾ ആദ്യം മുതലേ അപ്ഡേഷൻ എടുക്കുമ്പോൾ ഒരു പച്ച നിറത്തിലുള്ള ക്രെയിനാണ് എപ്പോഴും ഉള്ളത്. ഇപ്പോൾ അതൊരു മഞ്ഞ നിറത്തിലുള്ള ക്രെയിനായിട്ട് മാറി. അതിനെക്കാട്ടി കുറച്ചൊരു ഹെവി ഡ്യൂട്ടി ക്രെയിനാണെന്ന് തോന്നുന്നു ഇത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ലോറിയിലെ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇത് ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിലൂടെയുള്ള വർക്കാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തിട്ടുള്ളത്. ഇവിടെയും ആക്രോപോഡുമായിട്ട് ലോറികളിൽ വെയിറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ആക്രോപോഡാണ് പോർട്ടിൻ്റെ പല ഭാഗത്തുനിന്നും ബ്രേക്ക് വാട്ടറിൻ്റെ അകത്തേക്ക് വരുന്നത്. ഇതും ഇൻസ്പെക്ഷൻ റൂം തന്നെയാണ്. 2ാമത് കാണുന്ന ടവറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വെസൽ നിരീക്ഷണത്തിന് വേണ്ടിയുള്ള റഡാർ സിസ്റ്റം ടവറാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതാണ് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ, അതായത് നമ്മുടെ പോർട്ടിലെ ഏറ്റവും വലിയ വർക്കുകളിലൊന്നായ ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷൻ നമുക്ക് ഈ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകേണ്ടത് ബെർത്തിൻ്റെ വർക്കുകളാണ്. അതിന് മുന്നേ നമുക്ക് സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബ് ഉപയോഗിച്ച് എത്രത്തോളമാണ് ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് മെഷർമെൻറ്റിലൂടെ മനസ്സിലാക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാണുന്നതാണ് മേഘങ്ങളുടെ ഇടയിലൂടെ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നും വിഴിഞ്ഞം പോർട്ടിനെ കാണാൻ സാധിക്കും. ചില സമയങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കില്ല, ധാരാളം ക്ലൗഡ് ആയതിനാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, വളരെ വ്യക്തമായിട്ട് നമുക്ക് വിഴിഞ്ഞം പോർട്ടിനെ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 2 ഫീഡർ വെസലും നിലവിൽ ഇവിടെ മൂറിങ്ങിലുള്ളത് വരെ നമുക്ക് കാണാൻ സാധിക്കും. ബ്രേക്ക് വാട്ടറിൻ്റെ സ്ട്രക്ചർ പൂർണ്ണമായിട്ടും അതിനോട് ചേർന്നുള്ള ബെർത്തും യാർഡ് പോർഷനും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിനി ഈ പറയുന്ന ഫസ്റ്റ് പോർട്ടിലെ ഏറ്റവും വലിയ വർക്കിലൊന്നായ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകാം. നമ്മൾ വിഷ്വൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമുക്കിനി മെഷർമെൻറ്റിലേക്കാണ് പോകേണ്ടത്. ഫസ്റ്റ് ഫേസിൽ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ 2960 മീറ്ററാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ആദ്യം ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റിലേക്ക് പോകാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ മെഷർമെൻറ്റ് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിൻ്റെ വർക്കിലേക്കും നമുക്ക് പോകാവുന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ 2960 മീറ്റർ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 2960 മീറ്റർ ബ്രേക്ക് വാട്ടർ ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
ഇനി നമുക്ക് അറിയേണ്ടത് ഇതിന്റെ സെന്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡ് എത്ര ദൂരമാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതെന്നും നമ്മൾ ഫസ്റ്റ് വിഷ്വൽ കണ്ടതുപോലെ ഈ പറയുന്ന 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ കോൺക്രീറ്റ് പോർഷൻ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറിന്റെ ഫുള്ളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻഡ് പോർഷൻ 2960 മീറ്റർ നമ്മൾ കണ്ടിരുന്നു. ആ പോർഷനിൽ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പും എത്ര മീറ്റർ ആണെന്ന് നമുക്ക് ഈ മെഷർമെന്റിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് ആ ഒരു മെഷർമെന്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഈ പറയുന്ന തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവിടെ നിന്നാണ് ഈ പറയുന്ന 10 മീറ്റർ വീതിയിലുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ ഇതാണ്. ഏകദേശം 186 മീറ്റർ ആണ്. അതായത് നമ്മുടെ ബ്രേക്ക് വാട്ടറിന്റെ എൻഡ് പോർഷൻ കഴിഞ്ഞ് 186 മീറ്റർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഈ പറയുന്ന വീതിയുള്ള 10 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് റോഡിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കിനി 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ മെഷർമെന്റ് എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്തത് നമുക്ക് നോക്കാം. നമുക്ക് അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന വൈറ്റ് കളറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺക്രീറ്റ് പോർഷനാണ്. അത് കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നമുക്ക് ആ ഒരു വ്യത്യാസം, സ്ഥിരമായിട്ട് വീഡിയോ നമ്മൾ ചെയ്യുന്ന കാരണം വ്യത്യാസം നമുക്ക് വളരെ വേഗം മനസ്സിലാക്കാനായി സാധിക്കും. നമുക്ക് ഈ കാണുന്ന ഈ പോർഷനെല്ലാം നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏകദേശം 2220 മീറ്ററാണ് നിലവിൽ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിന്റെ സെന്ററിലൂടെയുള്ള 10 മീറ്റർ വീതിയുള്ള റോഡിന്റെ വർക്കുകൾ ഇവിടെ കഴിഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത പോർഷൻ വർക്ക് കംപ്ലീറ്റ്, അതായത് സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിന്റെ ബ്രേക്ക് വാട്ടറിന്റെ വർക്കുകൾ കഴിയുമ്പോഴായിരിക്കും ഈ റോഡിന്റെ വർക്കുകൾ രണ്ടാമതും തുടങ്ങുന്നത്. നമുക്ക് ഇപ്പോൾ നടക്കുന്ന വർക്കുകൾ ഈ കാണുന്ന ഈ കർവ് പോർഷന്റെ ഈ സൈഡിലെല്ലാം നിലവിൽ പ്രൊട്ടക്ഷൻ വാളിന്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇതാണ് ബ്രേക്ക് വാട്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ള മെഷർമെന്റ്. നമ്മൾ വീഡിയോ തൊട്ട് മുന്നേ കണ്ടിട്ട് മെഷർമെന്റ് ആയ സാറ്റലൈറ്റ് വ്യൂ ആയ സെന്റിനൽ ഹബിൽ നിന്നാണ് ഈ മെഷർമെന്റ് ഞാൻ എടുക്കുന്നത്. സെൻട്രൽ ഹബ്ബ് ഞാൻ പലപ്പോഴായിട്ട് പറയാൻ കാരണം പലരും ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് മെഷർമെന്റ് എടുക്കുന്നത്. സാറ്റലൈറ്റ് വ്യൂ നമുക്ക് 5 ദിവസം കൂടുമ്പോഴാണ് ഓരോ മെഷർമെന്റ് കിട്ടുക. ചില സമയത്ത് അത് കിട്ടാറില്ല. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ ധാരാളം ക്ലൗഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാരണം നമുക്ക് ഈ പറയുന്ന മെഷർമെന്റ് ലഭിക്കില്ല. പക്ഷേ ഇപ്പോൾ നല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് എടുക്കാൻ സാധിക്കും. നമുക്കിനി അടുത്ത് ബെർത്ത് എത്ര മീറ്ററാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മെഷർമെന്റിലൂടെ അതും നമുക്ക് നോക്കാം. ബെർത്തിന്റെ മെഷർമെന്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഫേസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 800 മീറ്റർ ആണ്. ഇപ്പോൾ 2 ഫീഡർ ബസ്സിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 800 മീറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് 799 മീറ്റർ ആണെങ്കിൽ പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. 800 മീറ്ററും ഈ പറയുന്ന ബെർത്ത് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എക്സ്റ്റൻഷൻ വരുമ്പോൾ 1200 മീറ്ററോടെ എക്സ്റ്റെൻഡ് ചെയ്ത് 2000 മീറ്ററാണ് 2028ഓടെ കംപ്ലീറ്റ് ചെയ്യും എന്നറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് വാട്ടർ അങ്ങനെ തന്നെ കേട്ടോ, 1000 മീറ്ററോടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. വിഷ്വലിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മെഷർമെന്റിലൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് മാത്രമല്ല യാർഡ് പോർഷനും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നറുകൾ യാർഡ് പോർഷനിൽ നിരനിരയായി നിരത്തി വെച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഫേസിൽ കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു വർക്കുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്ന NH66 പോർട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു വർക്ക്. ഏകദേശം 1700 മീറ്റർ ആണ് ടോട്ടൽ ലെന്ത് വരിക. പോർട്ടും NH66 തമ്മിൽ ഇത് രണ്ടും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ആ ഒരു മെഷർമെന്റ് കൂടി നമുക്ക് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അത് നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ നമുക്ക് വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യും. ആ വർക്കും ഞാൻ അപ്ഡേഷൻ എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ NH66 മുതൽ പോർട്ട് വരെയുള്ള എത്രത്തോളമാണ് വർക്ക് കംപ്ലീറ്റ് ആയി നടക്കുന്നത്, എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ വീഡിയോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ദയവായി ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ആ മെഷർമെന്റിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്ന ഭാഗമാണ് പോർട്ടിന്റെ എൻട്രൻസ് പോർഷൻ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1700 മീറ്റർ ആണ് പോർട്ട് മുതൽ NH66 വരെയുള്ള നീളം. നമുക്ക് ആ ലെന്ത് നോക്കാം. ഇവിടെ എല്ലാം വർക്ക് നടക്കുന്നുണ്ട്. 1680 മീറ്റർ ആണ് ഇപ്പോൾ നമുക്ക് കാണിക്കുന്നത്. പ്ലസ് ഓർ മൈനസ് ചെറിയൊരു വേരിയേഷൻ വരും. 1700 മീറ്റർ ആണ് നമ്മുടെ NH66 മുതൽ പോർട്ട് വരെയുള്ള ലെന്ത്. വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് തുടങ്ങിയതിന് ശേഷം ഇപ്പോൾ നടക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇതാണ് സാറ്റലൈറ്റ് വ്യൂയിലൂടെ മെഷർമെന്റ്. ഇനി നമുക്ക് പോർട്ടിലെ രണ്ടാമത്തെ വലിയ വർക്കായ ബെർത്തിന്റെ വർക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ബെർത്തിന്റെ എൻഡ് പോർഷൻ, അതായത് ഫസ്റ്റ് ഫേസിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് 800 മീറ്റർ ആണ്. ബെർത്തിന്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നമുക്കിപ്പോൾ 800 മീറ്ററിന്റെ എൻഡ് പോർഷനുള്ളത്. 800 മീറ്ററും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്ത് നിന്നാണ് ഇനി 2025 മുതൽ 2028 വരെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേജിലുമായി ഏകദേശം 1200 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മുടെ ഈ കാണുന്ന ബെർത്ത് 2000 മീറ്ററിലോട്ട് മാറും. അതുപോലെ തന്നെ അതിന് പേരലായിട്ട് തന്നെ ബ്രേക്ക് വാട്ടർ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ 4000 മീറ്ററും. അപ്പോൾ 2000 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട എൻഡ് പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതുമാത്രമല്ല ഈ പറയുന്ന ബെർത്തിന്റെ പോർഷനോട് ചേർന്നിട്ട് യാർഡ് എക്സ്റ്റൻഷന്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു.
ആ വർക്കും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗത്തെല്ലാം ധാരാളം നാച്ചുറൽ സ്റ്റോൺ കൊണ്ടിട്ട് ഹൈറ്റ് കൂട്ടിയിരിക്കുന്നു. കാരണം തിരമാല നിലവിൽ ഇവിടെ ഇല്ലെങ്കിലും ഈ പോർഷൻ ധാരാളമായിട്ട് ഹൈറ്റ് കൂട്ടി ചെയ്തിരിക്കുന്നതായിട്ട് നമുക്കിവിടെ നിന്നും കണ്ട് മനസ്സിലാക്കാനേ സാധിക്കും. ഇപ്പോൾ നമ്മുടെ പോർട്ടിലൊരു ഫീഡർ വെസലുണ്ട്. ഫീഡർ വെസൽ ഓൾറെഡി ഈ പറയുന്ന കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന യാർഡ് സ്റ്റേഷൻ്റെ പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പോർഷൻ നേരത്തെ മുതലേ ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴായിട്ട് അപ്ഡേഷൻ ഇടുമ്പോൾ യാർഡ് സ്റ്റേഷൻ്റെ വർക്കുകൾ എത്രത്തോളമാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് പലരും ചോദിക്കുന്നുണ്ട്. പെൻഡിങ് ഉള്ള വർക്കായിരുന്നു അത്. ആ വർക്കുകൾ ആഴ്ചകൾക്ക് മുന്നേ അല്ലെങ്കിൽ ഒരു മാസം എന്തോ ആയിട്ടുണ്ട്, അതിന് മുന്നേ കംപ്ലീറ്റ് ആയി. അവിടെ കണ്ടെയ്നർ നിരന്ന് കഴിഞ്ഞു. കംപ്ലീറ്റ് ചെയ്ത് കണ്ടെയ്നർ നിരന്നപ്പോൾ തന്നെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. യാർഡ് സ്റ്റേഷൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുന്നു. ആ പോർഷനെല്ലാം കണ്ടെയ്നർ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ കാണുന്നത് ട്രെഡ്ജ് ചെയ്ത മണലാണ് ഇവിടെ വളരെ കൂടുതലുള്ളത്. പോർട്ടിൻ്റെ ആഴം കൂട്ടാൻ വേണ്ടിയല്ല ട്രെഡ്ജ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ NH-66 വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ കാണുന്ന പോലെ ധാരാളം മണൽ അല്ലെങ്കിൽ ഈ നാച്ചുറൽ സാൻഡ് ട്രെഡ്ജ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ട്രെഡ്ജ് ചെയ്ത മണൽ കൊണ്ടാണ് ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തു പോകുന്നു. അവിടെ ധാരാളം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറയുന്ന തൊട്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ ദയവായി ഒന്ന് കണ്ടു നോക്കുക. ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ പണ്ടത്തെ വയലായിരുന്നു. വയലും കണ്ടൽ പോലത്തെ പ്ലേസുമായതിനാൽ ധാരാളം മണൽ അവിടെ ആവശ്യമായി വരും. അതിന് നമ്മൾ ഈ കാണുന്ന പോർട്ടിൻ്റെ സൈഡിൽ നിന്നും ട്രെഡ്ജ് ചെയ്ത് കൊണ്ടുപോയ മണലാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഈ മണൽ നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ട്രെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് ധാരാളം മണലുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. എക്സ്റ്റെൻഡ് ചെയ്ത യാർഡ് പോർഷൻ്റെ അവിടെയാണ് മണൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അത് കൊണ്ടുപോകുന്നതിന് ധാരാളം എക്സ്കവേറ്റർ കരയിലേക്ക് മാറ്റിയിട്ടതിന് ശേഷം ലോറിയിലേക്ക് കയറ്റുന്നതും നമുക്ക് ഈ വിഷ്വലിൽ നിന്നും കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ബെർത്തും യാർഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന വർക്കുകൾ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ട്രെഡ്ജിങ് വളരെ കൂടുതൽ നടത്തുന്നത് കൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. കൂടുതൽ ആഴം കൂട്ടാനും സാധിക്കും. നിലവിൽ നാച്ചുറലായിട്ട് നമ്മുടെ പോർട്ട് 18 മീറ്ററാണ് നിലവിൽ നാച്ചുറലായിട്ടുള്ള ആഴം അല്ലെങ്കിൽ ഡീപ്പ് വാട്ടർ എന്ന് പറയുന്നത്. അത് 20 മുതൽ 22 മീറ്റർ വരെ പല ഭാഗത്തായിട്ട് ട്രെഡ്ജ് നമ്മൾ നേരത്തെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ആഴം ഇനി കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാരണം ഈ പറയുന്ന കണക്ഷൻ റോഡിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ധാരാളം മണൽ ആവശ്യമായി വരും. അപ്പോൾ നമ്മൾ പോർട്ടിൻ്റെ പല ഭാഗത്തായിട്ട് ഡ്രഡ്ജ് ചെയ്ത് ഈ മണൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഈ മണൽ എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ട് തന്നെ ഇവിടുന്ന് പൂർണ്ണമായിട്ടും മാറുന്നതും നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. കാരണം ഈ പറയുന്ന യാർഡ് പോസ്റ്റിൻ്റെ കോമ്പൗണ്ട് വാളുകൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് വന്ന 2 റിച്ച് ട്രക്ക് ക്രെയിനുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ക്രെയിനിൻ്റെ വീഡിയോയും തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തേക്ക് പോകേണ്ടത് നിലവിൽ നമുക്കെല്ലാവർക്കും ഈ വിഷ്വൽ വളരെ പരിചിതമായ വിഷ്വൽ തന്നെയാണ് നമ്മളെ വീഡിയോ കാണുന്നവർ. ഇപ്പോൾ നമ്മൾ കടലിൽ നിന്നും പോർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ പോർട്ടിൽ നിന്നും ഈ പോർട്ടിനകത്തു നിന്നും ഡീറ്റെയിൽ ആയിട്ട് എത്രത്തോളം വർക്ക് നമ്മൾ ഈ പറയുന്ന യാർഡ് സ്റ്റേഷൻ്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ പറയുന്ന നിലവിൽ ധാരാളം നാച്ചുറൽ സാൻഡുകൾ കൂട്ടിയിരുന്ന ഭാഗത്ത് എത്രത്തോളമാണ് വർക്ക് നടക്കുന്നത് ഈ ഭാഗത്തു നിന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നേരത്തെ എന്ന ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായി സാധിക്കില്ല. അതിനാൽ നമ്മുടെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൻ്റെ അപ്ഡേഷനൊക്കെ ചെയ്യുമ്പോൾ 4-5 സ്ഥലത്ത് നിന്നാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അപ്ഡേഷൻ ചെയ്യുക. ഇപ്പോൾ നമുക്ക് ക്രെയിനുകളും ഹെവി എക്സ്കവേറ്ററും ലോറികളും കാണാൻ സാധിക്കും. ഇൻ്റർലോക്കിൻ്റെ ഭാഗമായിട്ട് ധാരാളം ഇൻ്റർലോക്ക് അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇത്രത്തോളം നാച്ചുറൽ സാൻഡാണ് അവിടെ നിന്നും ട്രെഡ്ജ് ചെയ്ത് മാറ്റിയുള്ളത്. ആ ട്രെഡ്ജ് ചെയ്ത് മാറ്റിയ നാച്ചുറൽ സാൻഡ് ലോറികളിൽ കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വളരെ ദൂരെ ഒന്ന് സൂം ചെയ്തിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒന്ന് ഹോൾഡ് ചെയ്ത് പോകുന്നത്. ധാരാളം വർക്കിംഗ് സ്റ്റാഫുകൾ ഇൻ്റർലോക്കെല്ലാം അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം ധാരാളം സ്ഥാപനങ്ങളും ധാരാളം ബിൽഡിങ്ങുകളുമാണ് പോർട്ടിലെ പല ഭാഗത്തായിട്ട് വരാൻ പോകുന്നത്. കാരണം ഫസ്റ്റ് ഫേസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തു മാത്രമല്ല നമുക്ക് ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുറമുഖമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു കഴിഞ്ഞു. അതിനാൽ ധാരാളം ബിൽഡിങ്ങുകളുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ഇൻ്റർലോക്ക് വർക്കുകളും നടക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ ചുവന്ന ഇതിൽ കാണുന്ന കമ്മ്യൂണിക്കേഷൻ പൈപ്പ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം പല കമ്മ്യൂണിക്കേഷൻ സിഗ്നലും പൈപ്പുകളിലൂടെയാണ്. അല്ലെങ്കിൽ HDPE പൈപ്പായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലുള്ള HDPE പൈപ്പ് തന്നെയാണ് ഈ പറയുന്ന ചുവന്ന നിറത്തിലുള്ള പൈപ്പുകൾ എന്നാണ് നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ധാരാളം എക്സ്കവേറ്റർ ഒരേ സമയം
വർക്ക് ചെയ്യുന്നതും ധാരാളം ലോറികൾ ഇതുവഴി പാസ് ചെയ്ത് പോകുന്നതും നമുക്ക് ഈ ഭാഗത്തു നിന്നാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഈ വ്യൂ നിന്ന് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. കാരണം നേരത്തെ നിന്ന വ്യൂ നിന്നാണെങ്കിൽ ഈ പറയുന്ന നാച്ചുറൽ സാൻഡ് അല്ലെങ്കിൽ മണൽ കൂമ്പാരം കൊണ്ട് നമുക്ക് ഇങ്ങോട്ടുള്ള വർക്കുകളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ റോഡ് റോളർ ആണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു പഞ്ചിങ് മെഷീൻസ് എന്ന് തന്നെ പറയാം. നമുക്ക് അതുപയോഗിച്ച് ഈ ഭാഗത്തെല്ലാം ഈ പറയുന്ന സോയിലിനെ പഞ്ച് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കടൽ മണലിനെ പഞ്ച് ചെയ്ത് പ്രഷർ ചെയ്ത് നീക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗത്തെല്ലാം ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പോർട്ടിൻ്റെ ഫസ്റ്റ് വീഡിയോ, അതായത് ആദ്യമായി പോർട്ടിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തെല്ലാം യാർഡ് പോർഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇതുപോലുള്ള മെഷീൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പഞ്ച് ചെയ്ത് പ്രഷറിൽ ഈ പറയുന്ന ഇൻ്റർലോക്ക് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാ വർക്കുകളും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ പോർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ഹെവി ലോറികളാണ് അല്ലെങ്കിൽ ട്രെയിലർ ലോറികളാണ് കടന്നു പോകുന്നത്. ഇടയ്ക്കൊരു മെയിൻ്റനൻസ് വർക്ക് വളരെ പാടായിരിക്കും. അപ്പോൾ ചെയ്യുമ്പോൾ തന്നെ വളരെ ക്ലിയർ ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും മാത്രം ചെയ്താൽ മാത്രമേ മെയിൻ്റനൻസ് കുറഞ്ഞിരിക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് ഈ വർക്കുകളെല്ലാം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് ധാരാളം നാച്ചുറൽ സാൻഡുകൾ അതിലേക്ക് ലോറിയിൽ ഫില്ല് ചെയ്ത് കാണാൻ സാധിക്കും. കുറച്ച് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡിഗൻ GRMG05 എന്ന് പറയുന്ന ക്രെയിൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ അതുമാത്രമല്ല അതിനകത്തൂടി വേറൊരു ചെറിയ ക്രെയിനും പോകുന്നത് കാണാൻ സാധിക്കും. ഈ ക്രെയിൻ എന്ന് പറയുന്നത് യാർഡ് ക്രെയിനാണ് നമ്മളിപ്പോൾ കാൻഡിലിവർ റെയിൻ മൗണ്ട് ഗ്രാൻഡി ക്രെയിൻ എന്ന് പറയുന്നു. അല്ലാതെ നമുക്ക് വർക്കിന് ആവശ്യമായിട്ടുള്ള ക്രെയിനാണ് തൊട്ട് മുന്നേ പോകുന്നത്. രണ്ട് രീതിയിലും ക്രെയിനുകൾ എന്ന് പറയുമ്പോൾ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാനങ്ങനെ എടുത്തു പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് യാർഡ് പോർഷൻ പറഞ്ഞ് ഇത്രത്തോളമാണ് നമുക്ക് വർക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ നടക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫ്രെയിമിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓലയുണ്ട്, ഓല മറിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇതാണ് അവിടെ നടക്കുന്ന നിലവിലെ വർക്കുകൾ. ഇനി നമുക്ക് അറിയേണ്ടത്, നമുക്ക് 2025 കൂടി നമ്മൾ ഈ പറഞ്ഞ ബ്രേക്ക് വാട്ടറിൻ്റെയും ബെർത്തിൻ്റെയും യാർഡിൻ്റെയൊക്കെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും. 2, 3, 4 ഘട്ട വർക്കുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനാവശ്യമായിട്ടുള്ള ബ്രേക്ക് വാട്ടറിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുട്ടുള്ള ഏറ്റവും പ്രധാന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയലാണ് നമ്മൾ ഈ കാണുന്ന നാച്ചുറൽ സ്റ്റോണുകൾ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഫേസിൽ 2960 മീറ്റർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏകദേശം 57 മുതൽ 60 ലക്ഷം ടൺ നാച്ചുറൽ സ്റ്റോണാണ് വേണ്ടി വന്നത്. അതിനാൽ ഇപ്പോൾ തന്നെ ധാരാളം നാച്ചുറൽ സ്റ്റോണുകൾ നമ്മുടെ പോർട്ടിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഒരു ദിവസം 100 കണക്കിന് ലോഡാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗമായിട്ട് നമുക്ക് പണ്ട് പറയുന്നത് പോലെ തന്നെ പോർട്ടിൻ്റെ സൈഡിലൊരു മല, അതായത് ഈ പറയുന്ന സ്റ്റോൺ മല രൂപീകരിച്ചതെന്ന് പണ്ട് മുതലേ നമ്മൾ വീഡിയോയിൽ പറയാറുണ്ട്. അതുപോലെ ഒരു മല രൂപീകരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. പാറകൾ കൊണ്ട് തട്ടിക്കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് യാർഡ് പോർഷനിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ നമുക്ക് യാർഡ് പോർഷൻ കാണാൻ സാധിക്കും. ധാരാളം കണ്ടെയ്നറുകളെന്ന് പറഞ്ഞ യാർഡ് പോർഷനാണ് കാണാൻ സാധിക്കുന്നത്. യാർഡ് പോർഷനിൽ ഏകദേശം 24 യാർഡ് ക്രെയിനുകളാണ് ഉള്ളത്. ഫസ്റ്റ് ഫേസിൽ യാർഡ് പോർഷനിൽ 24 യാർഡ് ക്രെയിനുകളും 8 STS ക്രെയിനുകളും 23 ക്രെയിനുകളാണ് തൊട്ട് മുന്നേ വന്നുകൊണ്ടിരുന്നത്. ഒരാഴ്ചയ്ക്ക് മുന്നേ, എനിക്ക് അല്ലെങ്കിൽ 2 ആഴ്ചയ്ക്ക് മുന്നേ. അതിനുശേഷം 24ാമത്തെ ഒരു യാർഡ് ക്രെയിൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടോട്ടൽ 32 ക്രെയിനുകൾ. അപ്പോൾ ഫസ്റ്റ് ഫേസിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 32 ക്രെയിനുകൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു പോർഷൻ ആവട്ടെ, നിലവിൽ നമുക്ക് ഈ കണ്ടെയ്നർ നമുക്കത് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്കൂ, MSC MI നിന്ന് വന്ന ഒരു LPG ലിക്വിഡ് ആയിട്ടുള്ള ഏതോ ഒരു കണ്ടെയ്നറാണ്. ഞാൻ തിരിച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പഴയ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ആ കണ്ടെയ്നർ പോയിട്ടില്ല. ഇപ്പോൾ യാർഡിൽ തന്നെ ആ കണ്ടെയ്നർ ഉണ്ട്. നിലവിൽ നമുക്ക് ഈ 40 ഫീറ്റ് കണ്ടെയ്നർ രൂപത്തിലാണ് നമ്മൾ ഇതുപോലുള്ള ടാങ്കറുകൾ വരുന്നത്. ആ ടാങ്കർ അവിടെ നിന്ന് പോയിട്ടില്ല. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ് നമ്മൾ പലപ്പോഴായിട്ട് വെറൈറ്റി എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടോ എന്ന്. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ പതിഞ്ഞാണ് നമ്മുടെ ഈ പറയുന്ന കപ്പലിൽ നിന്ന് തന്നെ ഈ കണ്ടെയ്നർ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അത് ഹൈലൈറ്റ് ചെയ്ത് വീഡിയോയും ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ MSC MIയിൽ നിന്ന് വന്ന കണ്ടെയ്നറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് നമുക്കറിയില്ല. ഇതിവിടെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം ട്രാൻസ്ഷിപ്മെൻ്റ് ഭാഗമായിട്ട് അടുത്തൊരു കപ്പൽ ഉടൻ തന്നെ വരുമായിരിക്കും. അതുമാത്രമല്ല, യാർഡ് പോർഷനിൽ പ്രത്യേകം സജ്ജീകരിച്ച ലാഡറൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ റീഫർ കണ്ടെയ്നർ വയ്ക്കുന്ന പോർഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം റീഫർ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിൽ നിരയായി അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. അത് പലപ്പോഴായിട്ടും നമ്മൾ പറയുന്ന പോലെ പല ഷിപ്പിലും, അതായത് മദർഷിപ്പ് ആവട്ടെ, ചില ഫീഡർ വെസലിൽ റീഫർ കണ്ടെയ്നർ കൊണ്ടുപോകാനായി സാധിക്കില്ല. ഏറ്റവും പുതിയ ഫീഡർ വെസലിലും അല്ലെങ്കിൽ എല്ലാ മദർഷിപ്പുകളിലും
റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. ഷിപ്പിൻ്റെ ഡീറ്റെയിൽ പറയുമ്പോൾ തന്നെ ഈ റീഫർ കണ്ടെയ്നർ ഡീറ്റെയിലും എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വന്ന റീഫർ കണ്ടെയ്നറാണ് ഇപ്പോൾ നമ്മളിതുപോലെ ഹോൾഡ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. MSC എന്ന് പറയുന്ന ബാഡ്ജിങ്ങും നമുക്ക് കാണാൻ സാധിക്കും. സി ക്യൂബ എന്ന് പറയുന്ന MSC MI നിന്ന് വന്ന റീഫർ കണ്ടെയ്നറും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതാണ് നമ്മുടെ യാർഡ് പോർഷൻ. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെവി ക്രെയിനും നമുക്കിവിടെ കാണാൻ സാധിക്കും. പുതുതായിട്ട് വന്ന ക്രെയിനാണ്. ഇതുപോലുള്ള ധാരാളം ഹെവി ക്രെയിനുകളാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് ഇനിയും ഒഴുകിയെത്തുക. കാരണം സെക്കൻഡും തേർഡും ഫോർത്തും സ്റ്റേജിലേക്ക് ധാരാളം ഹെവി എക്യുപ്മെൻറ്റ് ലിഫ്റ്റ് ചെയ്യുന്നതിന് ഈ ക്രെയിനുകൾ അത്യന്താപേക്ഷിതമാണ്. ഇപ്പോൾ നമുക്കൊന്ന് സൂമിങ് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ധാരാളം കണ്ടെയ്നറും മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്ക് വ്യത്യസ്തമായ കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ ഇതൊരു 40 ഫീറ്റ് കണ്ടെയ്നർ മാതൃകയിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കും. എന്ത് സാധനമാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ടാങ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് പെട്രോൾ ടാങ്ക് പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്യുവൽ ടാങ്ക് പോലത്തെ ടാങ്ക് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. അറിയാമെന്നുള്ളവർ തീർച്ചയായിട്ടും ഇത് കമൻ്റ് ഇടുക. ഇപ്പോൾ ആ പറയുന്ന രീതിയിൽ നിലവിൽ ആ 40 ഫീറ്റിൻ്റെ കണ്ടെയ്നർ മാതൃകയിലാണ് നിലവിൽ ഇതുപോലുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ഈ കണ്ടെയ്നർ ഷേപ്പ് നിശ്ചയിക്കുന്നത് നമ്മൾ ആരാണോ സാധനം അയക്കുന്നത് അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്ക് എന്താവശ്യമാണോ അതിനനുസരിച്ചാണ് കണ്ടെയ്നറിൻ്റെ രീതികൾ മാറുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 40 ഫീറ്റും 20 ഫീറ്റിൻ്റെ കണ്ടെയ്നർ പൂർണ്ണമായിട്ടും അടഞ്ഞു വരുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ കൊണ്ടുപോകുന്നതിന് അതിനനുസരിച്ച് കണ്ടെയ്നർ ഡിസൈൻ ചെയ്തിട്ടാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് മെജോറിറ്റി റോൾ എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്നതും റിസീവ് ചെയ്യുന്നവരെയും റോൾ തന്നെയാണ്. കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ ഈ മെറ്റീരിയലെല്ലാം ട്രാൻസ്ഫർ ചെയ്യാനായി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ പോർട്ടിലല്ല നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ സെൻറ്ററിലൂടെയുള്ള 10 മീറ്റർ റോഡിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ സ്ലാബുകളാണ് ഇവിടെയുള്ളത്. ബാക്കിയുള്ള കുറച്ച് പോർഷൻ്റെ വർക്കുകൾ ചെയ്യുന്നതിനും അതുമാത്രമല്ല പ്രൊട്ടക്ഷൻ വാളിനുള്ള സ്ലാബും നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം നാച്ചുറൽ സ്റ്റോണുകളാണ് തരം തിരിച്ച് നമ്മുടെ പോർട്ടിൻ്റെ പല ഭാഗത്തായിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നടുത്ത് എക്സ്റ്റൻഷൻ വരുമ്പോൾ നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ എക്സ്റ്റൻഷൻ വരുന്ന സമയത്ത് ഹെവി സ്റ്റോണുകളാണ് ഏറ്റവും അടിഭാഗത്തേക്ക് പോകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ അതിനുവേണ്ടി തരം തിരിച്ചുള്ള സ്റ്റോണുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പല സ്റ്റേജിലായിട്ടാണ് സ്റ്റോൺ തരം തിരിച്ച് 2-3 ഘട്ടങ്ങളായിട്ട് അല്ലെങ്കിൽ 2-3 ഷേപ്പിൽ അല്ലെങ്കിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റോണുകളെ തിരിച്ചതിന് ശേഷമാണ് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നമ്മൾ തൊട്ട് മുന്നേ, അതായത് പണ്ട് മുതലേ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഇതാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്നിട്ട് വളരെ മനോഹരമായ വിഷ്വൽ നമ്മുടെ യാർഡ് പോർഷൻ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് കുറച്ച് താഴെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് പോർട്ട് ഓഫീസ് ബിൽഡിങ്ങും അതുമാത്രമല്ല പോർട്ട് ഓഫീസ് ബിൽഡിംഗ് കണക്ട് ചെയ്ത് കാണുന്ന യാർഡ് പോർഷനും വളരെ വൈഡായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. അതുമാത്രമല്ല ഈ പറയുന്ന പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ സാധിക്കും. STS ക്രെയിനുകളുടെ ബൂം പൂർണ്ണമായിട്ടും ഉയർത്തി വെച്ചിരിക്കുന്നതും നമുക്ക് ഈ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ കാണുന്ന POE ബിൽഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഓഫീസ് ബിൽഡിംഗ് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെയും നാച്ചുറൽ സ്റ്റോൺ കൂട്ടിയിട്ടുണ്ട്. പോർട്ട് ഓഫീസിൻ്റെ സൈഡിലായിട്ടൊരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആ വർക്കും ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലിരുന്നിട്ടാണ് നമ്മുടെ ഈ കാണുന്ന ക്രെയിനുകളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റർ റൂം പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ അകത്താണ്. അവിടെ ഇരുന്നിട്ടാണ് ഈ ക്രെയിനുകളെല്ലാം പൂർണ്ണമായിട്ടും ഓപ്പറേറ്റ് ചെയ്യുന്നത് തന്നെ. ധാരാളം സ്റ്റോണുകൾ അവിടെ കൂട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പോർഷൻ, ഞാൻ നിൽക്കുന്ന വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഇവിടെ നിന്നും ഈ പറയുന്ന മഴ പെയ്യുമ്പോഴുള്ള വെള്ളവും ചെളിയും പോർട്ടിനകത്ത് ഒലിച്ചിറങ്ങാതിരിക്കാൻ വേണ്ടി ഒരു ഓടയും അതിനോട് ചേർന്ന് റോഡിൻ്റെ വർക്കുകളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതിൽ യാത്രക്കാർ പോകുന്നു, അതായത് നമ്മുടെ ഈ ഇവിടെയുള്ള പോർട്ടിൻ്റെ അടുത്തുള്ള നിവാസികൾ പോകുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കോമ്പൗണ്ട് വാളും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഫുൾ ഒരു വ്യൂ കിട്ടുന്ന സ്ഥലമുണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ വ്യൂ നമുക്ക് എടുക്കാം. ഇപ്പോൾ മുറിഞ്ഞുള്ള വ്യൂ കിട്ടുള്ളൂ. അടുത്തൊരു പോർഷനിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഈ കപ്പൽ, അതായത് നമ്മൾ തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ എടുത്ത സമയത്ത് തന്നെ ഒരു ഷിപ്പ് അവിടെ ഉണ്ടായിരുന്നു. ഒരു ഫീഡർ വെസലാണ്. ഹൻസ ലങ്ക എന്നാണ് ഷിപ്പിൻ്റെ പേര്. ഏകദേശം 173 മീറ്റർ നീളവും 25.2 മീറ്റർ വീതിയും 10 മീറ്റർ ഡെപ്തും ഏകദേശം 1710 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഷിപ്പിന് 300 റീഫർ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ സാധിക്കും. അതിൻ്റെ നിലവിൽ ഈ പറയുന്ന
ഷിപ്പിൻ്റെ ബ്രിഡ്ജ് പോർഷനും നമുക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷനിൽ തന്നെയുള്ള വീൽ ഹൗസും നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ആ ഗ്ലാസ് ഇട്ട പോർഷനാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. ഹൻസ ലങ്ക എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ധാരാളം ലാഡറുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടെയ്നർ കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കണ്ടെയ്നറുകൾ ധാരാളമായി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല ഷിപ്പിൻ്റെ ഫണൽ എല്ലാം ഇതേ ഈ പറയുന്ന എനിക്കൊന്ന് ചെറിയൊരു ഫീഡർ വെസലായത് കാരണം നിലവിൽ ഫണൽ ഉൾപ്പെടെ കാണാൻ സാധിക്കും. നിലവിൽ അതുമാത്രമല്ല റഡാർ സിഗ്നൽ മാസ്റ്റും ഇതെല്ലാം മങ്കിയലിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഷിപ്പിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ ദൂരെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ ഇങ്ങനൊരു ഷിപ്പ് വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് നിന്ന പൊസിഷനിലും ഈ ഷിപ്പിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ കാണാൻ സാധിക്കുകയുള്ളായിരുന്നുള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ കപ്പലിൻ്റെ ഫണലിൽ നിന്നും പുക ഉയർന്നു പൊങ്ങുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വളരെ പഴക്കം ചെന്ന ഒരു ഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന ഹൻസ ലങ്ക. ഫീഡർ വെസൽ തന്നെയാണ്. ധാരാളം ഫീഡർ വെസലാണ് വിഴിഞ്ഞം പോർട്ടിൽ ദിനം പ്രതി വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ വ്യൂവും എല്ലാവർക്കും പരിചിതമായ വിഷ്വൽ തന്നെയാണ്. നമ്മൾ 4-5 സ്ഥലത്ത് നിന്നാണ് വീഡിയോ അപ്ഡേഷൻ എപ്പോഴും വിഴിഞ്ഞം പോർട്ട് ചെയ്യുന്നത്. അതിൽ മൂന്നാമത്തെ ഒരു പോർഷനാണിത്. ഇത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട PO ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിന്നുള്ള വിഷ്വൽ തന്നെയാണ്. ഈ വിഷ്വൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന യാർഡ് പോർഷൻ്റെ ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പണ്ട് മുതലേ പറയുന്ന പോലെ 5 സീരീസിലുള്ള ക്രെയിനുകൾ, A സീരീസ്, B സീരീസ്, C സീരീസ്, D സീരീസ്, E സീരീസ്, അങ്ങനെ 5 സീരീസിലുള്ള ക്രെയിനുകൾ നിരയായി നിരത്തി വെച്ചിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നാൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. അവിടെ നിന്നും ഇറങ്ങിയ ഒരു ട്രെയിലർ ലോറി ഇപ്പോൾ യാർഡ് പോർഷൻ്റെ റോഡിലൂടെ കടന്ന് ബെർത്തിൻ്റെ പോർഷനിലേക്ക് നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും. തൊട്ടു മുന്നേ ഹൻസ ലങ്ക എന്ന് പറയുന്ന ഒരു ഫീഡർ വെസൽ നമ്മുടെ ബെർത്തിൽ തന്നെ മൂറിങ്ങിലായുണ്ട്. അതിനാൽ നിലവിൽ ഈ പറയുന്ന കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യുന്നതിനാണ് ഈ ലോറികൾ അല്ലെങ്കിൽ ട്രെയിലർ ലോറികൾ സദാസമയം ഈ റോഡിലൂടെ കടന്നു പോകുന്നത്. ധാരാളം കണ്ടെയ്നറുകളാണ് നമ്മുടെ പോർട്ടിൻ്റെ യാർഡ് പോസ്റ്റിൽ നിരയായി നിരത്തി വെച്ചിരുന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വശത്ത് ധാരാളം ഈ പറയുന്ന മിക്സർ മെഷീൻ യൂണിറ്റുകൾ അല്ലെങ്കിൽ കോൺക്രീറ്റ് മെഷീൻ്റെ യൂണിറ്റുകൾ നിരത്തിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതുമാത്രമല്ല അവിടെ ഹെവി എക്സ്കവേറ്ററുമുണ്ട്. ഈ വർക്കുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏത് ഭാഗത്ത് നിന്നാലും നമ്മളെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ആ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത ബ്രേക്ക് വാട്ടറിൻ്റെ സമയത്ത് നമുക്ക് കുറച്ച് പോർഷൻ, അതായത് എൻഡ് ടു എൻഡ് പോർഷൻ, ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ നമുക്ക് കുറച്ച് കിട്ടുന്നില്ല. അത് അടുത്ത വ്യൂവിൽ പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് യാർഡ് പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം കണ്ടെയ്നറുകളാണ് നിരയായിട്ട് യാർഡ് പോർഷനിൽ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഗോൾഡൻ കണ്ടെയ്നറിൽ MSC എന്ന് പറയുന്ന ബാഡ്ജിങ് പതിപ്പിച്ച കണ്ടെയ്നർ ധാരാളമുണ്ട്. കാരണം MSCയുടെ ഷിപ്പുകളാണ് ധാരാളമായി വിഴിഞ്ഞം പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളൊന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ കപ്പലുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ വരുന്നതും. കണ്ടെയ്നറും ഈ പറയുന്ന MSCയുടെ തന്നെയാണ് ധാരാളമായി ഉള്ളത്. നമ്മൾ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഈ സമയം വരെ അല്ലെങ്കിൽ ഇന്ന് വരെ ഏകദേശം 1,47,000 TEU കണ്ടെയ്നർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വിഴിഞ്ഞം പോർട്ടിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൂ, വളരെ അതിശയമുള്ള കാര്യം തന്നെയാണ്. 800 മീറ്റർ യാർഡ് പോർഷനുള്ള അല്ലെങ്കിൽ 800 മീറ്റർ ബെർത്തും അതിനോട് ചേർന്നിട്ടുള്ള യാർഡ് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്തത്. അതുമാത്രമല്ല സൗത്ത് ഏഷ്യയിലെ നിലവിൽ 10% കണ്ടെയ്നർ ട്രാഫിക് കൺട്രോൾ ചെയ്ത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിന് തന്നെ എന്നുള്ളത് വളരെയധികം അഭിമാനമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷൻ നമ്മുടെ ഈ പറയുന്ന PO ബിൽഡിംഗ് അല്ലെങ്കിൽ പോർട്ട് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് പോർഷനാണ് നമ്മൾ കാണുന്നത്. ഞാൻ സൂം ചെയ്ത് പോകുന്ന ഈ പറയുന്ന റോഡ് മാർഗം നമ്മൾ കാണുന്ന ഈ ഒരു പോർഷൻ ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റും അതുമാത്രമല്ല നമുക്ക് ഈ പറയുന്ന ഈ ഒരു പോർഷനിലാണ്, ഈ ഒരു സ്റ്റേജ് പോലത്തെ ഈ ഒരു പോർഷനിലാണ് നിലവിൽ ധാരാളം ലോറികൾ, ഹെവി ലോറികൾ നിലവിൽ നാച്ചുറൽ സ്റ്റോൺ കൊണ്ട് സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്യുന്ന പോർഷനാണ് നമ്മളീ കാണുന്നുണ്ടോ. അവിടെ ഗോ സ്ലോ എന്നൊരു ബോർഡ് കാണാൻ സാധിക്കും. അവിടെ ധാരാളം സ്ലാബുകളാണ് ഇപ്പോൾ നിരത്തി വെച്ചിരിക്കുന്നത്. അടുത്ത മാസമാകുമ്പോൾ, അതായത് 2025 ആകുമ്പോൾ ഇവിടെയെല്ലാം സ്പ്ലിറ്റ് ബാർജും ലോറികൾ കൊണ്ട് പഴയതുപോലെ നിരന്നിരിക്കും. ഇപ്പോൾ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് ഏതാണ്ട് 6 മാസത്തോളമായിട്ടുണ്ട്. റോഡിൻ്റെ വർക്കുകളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അതിനാൽ ലോറികളും കല്ലുകളും അല്ലെങ്കിൽ കല്ല് കൊണ്ടുപോകുന്ന സ്പ്ലിറ്റ് ബാർജും ഇഞ്ചിൻലെസ് ബാർജും നമുക്ക് കാണാൻ സാധിച്ചില്ല. ഇനി മുതൽ തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കും. കാരണം സെക്കൻഡും തേർഡും ഫോർത്ത് സ്റ്റേജിൻ്റെ വർക്കുകൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 2 ഈ പറയുന്ന ആക്രോപോഡുമായിട്ട് ലോറികൾ പോകുന്ന കാണാൻ ലോറി പോകുന്ന കാണാൻ സാധിക്കും. ഇതുപോലുള്ള ലോറികൾ ഡേ നൈറ്റാണ്
നമ്മുടെ ബെർത്ത് പോർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ് എല്ലാ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു വിഷ്വലിലേക്ക് പോയാലും മാത്രമേ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കാണുന്ന വിഷ്വലും എല്ലാവർക്കും വളരെ പരിചിതമാണ്, കാരണം ഇത് വളരെ ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് തന്നെ. ഇപ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു പോർഷൻ നമുക്ക് ഈ തൊട്ട് മുന്നേ കണ്ട പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. നമുക്ക് ഫ്രണ്ട് വശം നമ്മൾ ഷൂട്ട് ചെയ്തു, സൈഡ് വിഷ്വൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, സൈഡ് വിഷ്വലോട് ചേർന്ന് ഡീറ്റെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ പോർട്ടിൻ്റെ ബാക്ക് വശമാണ് നമ്മളിപ്പോൾ കാണുന്നത്. കപ്പൽ കാണാൻ വന്ന് നിൽക്കുന്നവർക്കെല്ലാം ഈ പോർഷനിൽ നിന്നാണ്, അതായത് നമ്മുടെ ഹാർബറിൻ്റെ സൈഡിൽ നിന്ന് കാണുന്ന വിഷ്വലാണിത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈഡായിട്ട് നമുക്ക് പോർട്ടിൻ്റെ പല ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. വൈഡായിട്ട് കാണാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാച്ചുറൽ സ്റ്റോൺ കൂടുതലായിട്ട് ഡംപ് ചെയ്ത ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. യാർഡ് പോർഷൻ്റെ ഒരു വശമാണ്. അതായത് നിലവിൽ ഒരു മല പോലെ നമുക്കവിടെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞ സ്ഥലത്ത് പണ്ട് മല പോലെ തന്നെയായിരുന്നു. ധാരാളം സ്റ്റോണുകളാണ് ഈ ഭാഗത്ത് ഡംപ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ സ്റ്റോണുകൾ ഡംപ് ചെയ്ത് മല പോലെ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. 100 കണക്കിന് ലോറിയിലാണ് അല്ലെങ്കിൽ 100 കണക്കിന് സ്റ്റോണും ലോറിയുമാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്റ്റോണുകളെല്ലാം അവിടെ ഡംപ് ചെയ്തിരിക്കുന്നു. ധാരാളം എക്സ്കവേറ്റർ നമുക്കിവിടെ കാണാൻ സാധിക്കും. തരംതിരിച്ച് കല്ല് മാറ്റുന്നതിനും അതിനു വേണ്ടിയുള്ള വർക്കുകളാണ് ഒരു വശത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡും തേർഡും ഫോർത്തും വർക്ക് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ പോർട്ടിൻ്റെ വശത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത മാസത്തോട് അല്ലെങ്കിൽ 2025 ആ വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തൊട്ട് മുന്നേ ഈ പറയുന്ന പോർട്ട് റോഡിലൂടെ ആയിരിക്കില്ല, പോർട്ടിൻ്റെ റോഡിലൂടെ ആയിരിക്കില്ല ഈ സ്റ്റോണുകളെല്ലാം പോകുന്നത്. അതിനു വേണ്ടി നമ്മൾ ഇവിടെ കാണുന്ന റോഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് മുന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ റോഡിലൂടെയും നമുക്ക് കൊണ്ടുപോകാനായി സാധിക്കും. പോർട്ടിൻ്റെ അകത്തുകൂടെയും ഒരു റോഡുണ്ട്. പോർട്ടിൻ്റെ അകത്ത് മെയിൻ ഗേറ്റിൻ്റെ അകത്തുകൂടിയല്ല, ഈ സൈഡിലൂടെ 2 റോഡുകൾ പോകുന്നുണ്ട്. ഇവിടെ നമുക്ക് യാത്രക്കാരെല്ലാം ഇതുവഴി നടന്നു പോകുന്നുണ്ട്. ഞാൻ തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്ത് തൊട്ട് മുകളിലുള്ള ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാനായി സാധിക്കില്ല, എന്നാലും മുറിഞ്ഞാലും ഡീറ്റെയിൽ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഭാഗത്ത് നിന്നാൽ ഫുള്ളായിട്ട് കോമ്പൗണ്ട് വാൾ ഉൾപ്പെടെ റോഡിൻ്റെ വർക്കുകൾ നമുക്ക് ഏകദേശം കാണാൻ സാധിക്കും. ആ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ ഭാഗത്തൂടെ ലോറികൾ പാസ് ചെയ്ത് 2 റോഡിലൂടെ ലോറികൾ പാസ് ചെയ്ത് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താൻ സാധിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ബ്രേക്ക് വാട്ടറിലോട്ട് കടക്കാനായി സാധിക്കും. ഇതൊരു മനോഹരമായ വിഷ്വൽ തന്നെയാണ്. ധാരാളം ഫിഷിംഗ് വള്ളങ്ങൾ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടുത്തുകൂടി നമ്മുടെ ഹാർബറും പോർട്ടും അടുത്തായി നമുക്ക് വളരെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തുനിന്ന് ഈ വിഷ്വലിൽ നമുക്ക് ധാരാളം ചതുര കട്ടകൾ, പല നിറത്തിലുള്ള ചതുര കട്ടകളെന്ന് തന്നെ നമുക്ക് പറയാം. മനോഹരമായിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന യാർഡ് പോർഷനിൽ കണ്ടെയ്നറുകൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു. മാക്സിമം ഹൈറ്റ് ഞാൻ കണ്ടിട്ടുള്ളത് 5 ഇപ്പോൾ നമുക്ക് 4ഉം 5ഉം കണ്ടെയ്നർ ഹൈറ്റിലാണ് ധാരാളം കണ്ടെയ്നറുകൾ നമ്മുടെ പോർട്ടിൽ നിരക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ ഈ പറയുന്ന യാർഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ബാക്ക് വശത്ത് എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം ചെറിയ പോർഷൻസിൽ നമുക്ക് ഈ പറയുന്ന ചെറിയ റൂംസ് ഒക്കെ തിരിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നിലവിൽ ഈ പറയുന്ന സൈറ്റ് എഞ്ചിനീയർ ഇതുപോലുള്ള വിങ്ങിലുള്ളവർക്കായിരിക്കും ചിലപ്പോൾ ഈ വർക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പല വർക്കുകളും പല മൾട്ടി കമ്പനികളും അല്ലെങ്കിൽ പല കമ്പനികളും സബ് കോൺട്രാക്ട് എടുത്തിട്ടുള്ളത് അവരുടെ ഈ പറയുന്ന സ്റ്റാഫുകൾക്ക് വിശ്രമിക്കേണ്ട സ്ഥലങ്ങളെല്ലാം ഇവിടെ പണി പൂർത്തിയാക്കി. നേരത്തെ ഇങ്ങനൊരു വർക്ക് നിലവിലില്ലായിരുന്നു, നിലവിൽ അങ്ങനൊരു ഷെൽട്ടർ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഷെൽട്ടറെല്ലാം വന്നിട്ടുണ്ട്. കാരണം ഈ ഭാഗത്തെല്ലാം ഇനി വർക്കുകൾ ധാരാളം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല സദാസമയം സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പോർട്ടിൻ്റെ പല ഭാഗത്തായിട്ട് ഈ ഇതേപോലെ എൻട്രൻസ് ഗേറ്റുകൾ കാണാൻ സാധിക്കും. സെക്യൂരിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ ആർക്കും പോർട്ടിനകത്ത് പ്രവേശിക്കാനായി സാധിക്കില്ല. എനിക്ക് തോന്നുന്നു അദാനിയുടെ സെക്യൂരിറ്റി, എനിക്ക് തോന്നുന്നതല്ല എല്ലാവർക്കും അറിയാം, അദാനിയുടെ അണ്ടറിലുള്ള സെക്യൂരിറ്റി തന്നെയാണ് നിലവിൽ ഇതിനകത്തുള്ളത്. അതിനാൽ പെർമിഷൻ ഇല്ലാതെ ആർക്കും പോർട്ടിനകത്ത് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഇപ്പോൾ ധാരാളം ട്രെയിലർ ലോറികൾ ഇവിടെ നിരയായി നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. മദർഷിപ്പുകൾ വരുമ്പോൾ മത്സരയോട്ടം നടത്തുന്ന ട്രെയിലർ ലോറികളെയാണ് നമുക്ക് അപ്പോൾ കാണാൻ സാധിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ഫീഡർ വസൽ മാത്രമാണുള്ളത്. അതിനാൽ ബാക്കിയുള്ള ലോറികളെല്ലാം നിരത്തിയിട്ടുണ്ട്. ഈ പറയുന്ന ലോറിയുടെ ഡ്രൈവർ വേക്കൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം അങ്ങനെ വേക്കൻറ്റ് ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് അപ്ലൈ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതുപോലുള്ള വേക്കൻറ്റുകൾ ധാരാളം ഇനിയും വരും, തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ പോർഷനിൽ നമ്മളെ ടഗ് പോർഷനാണ്. അതായത് ടഗുകൾ നിരയായിട്ട് നിർത്തിയിട്ടിരിക്കുന്നു. അതിൽ 29 എന്ന നമ്പറുള്ള ഒരു ടഗ്ഗാണ് കാണാൻ സാധിക്കും. അത് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതാണ്. അതായത് ഇപ്പോൾ നമുക്കുള്ള ടഗ് ആണെങ്കിൽ ഡോൾഫിൻ 26, 27, 28, ഓഷ്യൻ പ്രസ്റ്റീജ്,
അങ്ങനെ 4 ടഗ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഓഷ്യൻ പ്രസ്റ്റീജ് നമ്മുടെ പോർട്ടിൽ അതിന് പകരമായിട്ട് ഡോൾഫിൻ 29 എന്ന് പറയുന്ന ടഗ് ബോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ 4 ടഗ് ബോട്ടുകൾ വിഴിഞ്ഞം പോർട്ടിൽ ഉണ്ട് നിലവിൽ. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന എഞ്ചിൻലെസ് ബാർജ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. നിലവിൽ നേരത്തെ എഞ്ചിൻലെസ് ബാർജ് ഈ ഭാഗത്തല്ല പാർക്ക് ചെയ്തിട്ടുള്ളത്. പോർട്ടിൻ്റെ അകത്തെ സൈഡാണെങ്കിൽ എല്ലാ എഞ്ചിൻലെസ് ബാർജും ഈ സൈഡിലോട്ട് മാറിയിരിക്കുന്നു എന്നതിന് കാരണം നിലവിൽ ഇനിയിപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിന് ആവശ്യമായിട്ടുള്ള പ്രാരംഭ നടപടികൾക്കും അതിനുവേണ്ടിയാണ് എഞ്ചിൻലെസ് ബാർജുകളെല്ലാം ഇവിടെ വന്നിട്ടുള്ളത്. ഇനി തീർച്ചയായിട്ടും ഈ ഭാഗത്ത് നല്ല വിഷ്വൽ കിട്ടും. കാരണം ഈ പറയുന്ന പോർട്ടിൻ്റെ വർക്ക് കാണാത്ത നമുക്ക്, അല്ല നമ്മുടെ ഇവിടെ പോർട്ട് വന്നിട്ടാണ് ഈ വർക്കുകളെല്ലാം നമ്മൾ കാണുന്ന ആ പോർട്ടിൻ്റെ വർക്കുകൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ സ്പ്ലിറ്റ് ബാർജിൻ്റെ പോർഷനാണ് കാണുന്നത്. ഇവിടുന്ന് ലോറികളിലെ ഹെവി സ്റ്റോണുകൾ സ്പ്ലിറ്റ് ബാർജിലേക്ക് ഡംപ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോണുകളെല്ലാം ബ്രേക്ക് വാട്ടറിൻ്റെ അവിടേക്ക് പോകുന്നതും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. കാണാത്തവർ നമ്മുടെ പഴയ വീഡിയോ ധാരാളമായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡ് പോർഷൻ നമുക്ക് ഏതാണ്ട് കാണാൻ സാധിക്കുന്നുണ്ടോ. സ്റ്റാർട്ടിങ്ങും എൻഡും വളരെ ദൂരെയാണ്. 2960 മീറ്ററാണ് ബ്രേക്ക് വാട്ടർ, 800 മീറ്ററാണ് ബെർത്ത് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള. അതിനോടനുബന്ധിച്ചുള്ള യാർഡ് പോർഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിൻ്റെ അപ്ഡേഷൻ വർക്കുകൾ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.